അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് 2 പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിരുന്നു. ഒന്ന് ഒരു പെൻസൊക്കെ വെക്കുന്ന ഒരു കേസും പിന്നെ ഓഹോഹോൻ്റെ ഒരു സ്കെച്ച് ബുക്കും. അപ്പോൾ ആമസോണിൽ നിന്ന് കുറച്ച് ടൈമായിട്ട് വാങ്ങിക്കുന്ന പ്രോഡക്റ്റ്സൊക്കെ പാളുന്നുണ്ട്. ഒന്നെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റീവ് പീസാണ് കിട്ടുക, അല്ലെങ്കിൽ സെയിം ബ്രാൻഡിൻ്റെ തന്നെ വേറെ പ്രോഡക്റ്റൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ റീപ്ലേസ്മെൻറ്റും കാര്യമൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അത് കാണുന്നുമില്ല. പിന്നെ കസ്റ്റമർ സർവീസൊക്കെ വിളിച്ചിട്ട് വേണം എത്താൻ. അപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ അനുപമിൻ്റെ ഒരു വാട്ടർ കളർ സ്കെച്ച് ബുക്ക് ഓർഡർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് അവരുടെ ഒരു നോർമൽ നോട്ട് ബുക്കാണ്. അപ്പം ഇപ്രാവശ്യം പാളില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ഓഹോ ബ്രാൻഡഡ് ആയതുകൊണ്ട് തന്നെ നല്ല പ്രൈസ് ഉണ്ട് പ്രോഡക്റ്റിന്. വെൽ പാക്ഡ് ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന്മേൽ ഓഹോ ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ഓഹോൻ്റെ സ്കെച്ച് ബുക്ക്. ഇതാണ് നമ്മളുടെ കേസ്. ആക്ച്വലി കേസ് അല്ല കേട്ടോ, ഒരു പൗച്ച് പോലെയാണ് ഉള്ളത് ഫോട്ടോയിൽ. നമുക്ക് നോക്കാം. ഫിനിഷിംഗ് ഒക്കെ നൈസ് ഉണ്ട്. ഈ പാറ്റേൺ എനിക്ക് ഇഷ്ടമായില്ലായിരുന്നു, പക്ഷെ ഇതിൻ്റെ പേർപ്പസ് കണ്ടിട്ട് വാങ്ങിച്ചാണ് ആക്ച്വലി. ഇത് വേറെ കളേഴ്സിലുണ്ടായിരുന്നു, ഞാൻ വാങ്ങിച്ചത് ബ്ലാക്കാണ് കേട്ടോ. ഇവിടെ സ്ലോട്ട്സിൽ നമുക്ക് പെൻസ് വെക്കാം. എനിക്ക് ആക്ച്വലി ഇതെൻ്റെ മാർക്കേഴ്സ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ പ്ലെയിൻ എയർ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യുമ്പോൾ മാർക്കേഴ്സൊക്കെ വലിയ വലിയ ബോക്സസിലാണ്, അവരയച്ചു തന്ന ബ്രാൻഡിൻ്റെ വലിയ ബോക്സസിലാണ്. അപ്പോൾ അത് ക്യാരി ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പം അതിന് പറ്റിയൊരു കേസ് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഇനി ഈ സൈസിൽ അത് ഫിറ്റ് ആവുമെന്ന് നോക്കണം. ഇങ്ങനത്തെ ബോക്സസിലാണ് എൻ്റെ മാർക്കേഴ്സ് ഫുൾ വരുന്നത്. ഇങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് മാർക്കേഴ്സ് ഉണ്ട്. ഇത് ബ്ലൂ സീരീസാണ്. ഇതിൽ ബേസിക് കളേഴ്സ്, പിന്നെ കുറച്ച് മെറ്റാലിക് കളേഴ്സ് വരുന്നുണ്ട്. അതെന്തായാലും പ്ലെയിൻ എയറിന് വേണ്ട. പിന്നെ വേണ്ടത് ഇതാണ്, ഫുൾ ഓഫ് റെഡ് കളേഴ്സ് ഒക്കെ വരുന്ന പാഷൻ കളേഴ്സ് എന്ന് പറഞ്ഞ സെറ്റ്. അപ്പം കാരിൻ്റെ ഒരുപാട് മാർക്കേഴ്സ് ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പം അത് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ ഇതിൽ എനിക്ക് അത്യാവശ്യമുള്ള മാർക്കേഴ്സ് മാത്രം ഇതിലേക്ക് മാറ്റാനാണ് പ്ലാൻ. അപ്പോൾ ആദ്യം മാർക്കേഴ്സ് ഇതിൽ ഫിറ്റ് ആവുന്നുണ്ടോ നോക്കാം. അപ്പോൾ അവരിത് പെൻ വെക്കാനുള്ള പേർപ്പസിനാണ് കാണിച്ചത്. അപ്പോൾ അതിൻ്റെ സൈസും മാർക്കറിൻ്റെ സൈസും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇതിൽ സെറ്റ് ആവുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. സംഭവം സൈസ് കറക്റ്റാണ്. ഫസ്റ്റിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈറ്റ് ഉണ്ട് കുറച്ച്, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു സൈഡിൽ 12 മാർക്കേഴ്സ് ഓർ പെൻസ് വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ടോട്ടൽ 24 കളേഴ്സ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വേറെ സൈസിലുള്ളതൊക്കെ ഉണ്ട്. അതായത് ജസ്റ്റ് 12 കളേഴ്സിന് മാത്രമുള്ള സെറ്റ് കണ്ടിരുന്നു. കുറച്ചുകൂടി കൂടുതൽ മാർക്കേഴ്സ് കൊള്ളുന്നതൊക്കെ കണ്ടിരുന്നു. പക്ഷെ അത് വലിയ സൈസാകുമ്പോൾ ക്യാരി ചെയ്യാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് ഞാൻ ഒരു മീഡിയം സൈസ് എടുത്തതാണ്. അപ്പം മാർക്കേഴ്സ് ടൈറ്റായി നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കൊള്ളില്ല. ബിക്കോസ് ഈ ഫസ്റ്റ് ലൈൻസ് ലാസ്റ്റ് ലൈൻ അത് മാത്രം കുറച്ച് എക്സ്ട്രാ ടൈറ്റ് ഫീൽ ചെയ്തു. പിന്നെ ജിപ്പിൻ്റെ ഭയങ്കര ക്ലോസ് ആയതുകൊണ്ട് അടക്കാനും ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചത്. ബട്ട് ഒരു കുഴപ്പമില്ല. പൂവിൻ്റെ പാക്കിങ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ 2 പ്രോഡക്റ്റിൻ്റെയും പാക്കിങ്ങിന്. അപ്പം അനുപമിൻ്റെത് ഒരു പ്രാവശ്യം പാളിയത് കൊണ്ട് അപ്പോൾ ആമസോണിൻ്റെ ഫോൾട്ടാണോ അതോ ആ ബ്രാൻഡിൻ്റെ ഫോൾട്ടാണോ അറിയില്ല. അപ്പോൾ അതൊരു പ്രാവശ്യം പാളിയത് കൊണ്ട് ഇപ്പോഴും എനിക്ക് ഇതിൻ്റെ പുറത്ത് മാർക്കർ പാഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഇതവരുടെ ഒരു മാനുവലാണ്. ഇത് വേറെ ലാംഗ്വേജാണ്. എല്ലാ ലാംഗ്വേജസിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ദിസ് ഈസ് ഇംഗ്ലീഷ്. അതായത് ഇതിൽ
ഒരു ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേർപ്പസ് എന്താണെന്ന് പറയുന്നുണ്ട്. ഇതിൽ ഡോട്ടഡ് ലൈൻസ് ഉണ്ട് ഇതിലത്തെ പേജസിൽ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കീർ ചെയ്ത് എടുക്കാം സ്കെച്ച് ബുക്കിൽ നിന്ന്. അപ്പം അത് എങ്ങനെ നമുക്ക് നീറ്റായിട്ട് കീറി എടുക്കാം എന്നുള്ളതും കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം അത്യാവശ്യം തിക്നെസ് ഉള്ള പേപ്പേഴ്സാണ്. അപ്പം അത് ജസ്റ്റ് മടക്കിയിട്ട് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ജെൻ്റലി അത് കീറിയെടുത്താൽ മതി എന്നാണ് മാനുവലിൽ പറയുന്നത്. അപ്പോൾ അഗെയിൻ ഞാൻ വിചാരിച്ച സംഭവം തന്നെയാണ്. എൻ്റെ അടുത്ത് കുറേ മാർക്കേഴ്സ് ഉണ്ടായിരുന്നു. ഹിമിയുടെയൊക്കെ കുറേ ആൽക്കഹോൾ മാർക്കേഴ്സ് ഉണ്ട്. അപ്പം ആൽക്കഹോൾ മാർക്കേഴ്സ് എല്ലാ പേജസിലും നമുക്ക് സപ്പോർട്ടാവില്ല. അത് കുറേ ലെയർ ചെയ്യുമ്പം അത്യാവശ്യം തിക്നെസ്സും സ്മൂത്ത്നെസ്സും ഉള്ള പേപ്പർ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്ക് അത്ര വൃത്തിക്ക് കിട്ടില്ല, പേപ്പർ കീറി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചതാട്ടത്. സംഭവം ആ ഒരു ബ്രാൻഡിൻ്റെ കംപ്ലീറ്റ് ക്വാളിറ്റി ഈ ഒരു സ്കെച്ച് ബുക്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ടെക്സ്ചർ, ഫിനിഷിങ്, എഡ്ജിലൊക്കെ ഉള്ള ഫിനിഷിങ്, ബൈൻഡിങ്ങിൻ്റെ ഒക്കെ ഫിനിഷിങ്. ഓൾസോ A4 സൈസിലുള്ള സ്കെച്ച് ബുക്ക്സ് വാങ്ങിയിട്ട് കുറേ ആയി. ഒരു ടൈം വരെ ഞാൻ A4 ചെയ്തിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് A5 അല്ലെങ്കിൽ അതിനെക്കാട്ടിലും താഴെയുള്ളത്, പ്രത്യേകിച്ച് മിനി സ്കെച്ച് ബുക്സിലൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് കുറച്ച് വലിയ മാർക്ക് പ്രാക്ടീസസും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. 78 ഷീറ്റ്സ് ഉണ്ട്, 200 GSM ആണ് വരുന്നത്. മാർക്കർ പാഡ് തന്നെയാണ് ഇതിൻ്റെ പേര് പോലെ തന്നെ എക്സ്ക്ലൂസീവ്ലി മാർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന, ആൽക്കഹോൾ മാർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന പേജസ് ആണെന്നാണ് പറയുന്നത്. ഈ പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഒരു ആനിമൽ പാറ്റേൺ പോലെയുണ്ട്, ആനിമൽ സ്കിന്നിൻ്റെ പാറ്റേൺ പോലെ. ഒരു ഇലാസ്റ്റിക് ബാൻഡ് ഉണ്ട് കേട്ടോ. ഇതാണ് അവർ മെൻഷൻ ചെയ്ത ആ ഷീറ്റ്. ഈ ഷീറ്റിൻ്റെ നെയിം EVA ഷീറ്റാണ്. ഒരു പ്രത്യേക ടെക്സ്ചറാണ് കേട്ടോ ഇതിന്. നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ മാർക്കേഴ്സിനുള്ള പാഡാണല്ലോ, അപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പം അപ്പുറത്തെ പേജിലേക്ക് ബ്ലീഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഷീറ്റ്. നൈസ് ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. ചെയ്യുന്ന പേജിൻ്റെ ബാക്കിൽ വെച്ചിട്ട് നമുക്ക് മാർക്കേഴ്സ് യൂസ് ചെയ്യാം, നെക്സ്റ്റ് പേജിലേക്ക് ബ്ലീഡ് ആവില്ല. പിന്നെ വീഡിയോയിൽ കാണുന്നുണ്ടോയെന്നറിയില്ല, ഇവിടെ ഡോട്ടഡ് ലൈൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പേജസ് കീറി എടുക്കുകയൊക്കെ ചെയ്യാം. ഡോട്ടഡ് ലൈൻസ് ഉള്ളതുകൊണ്ട് ഇപ്പുറത്തുനിന്ന് കീറിയാൽ അപ്പുറത്തൊരു പേജും കൂടി പോകുന്ന പ്രശ്നമൊന്നും വരില്ല. ഓൾസോ ഒരു ബുക്ക് മാർക്ക് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട് പേപ്പേഴ്സിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു സ്കെച്ച് ബുക്കിൽ മാർക്കേഴ്സ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ പേപ്പേഴ്സിൻ്റെ റിവ്യൂ ഒക്കെ അതിൽ കാണിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, കോമെൻറ്റ് ആൻഡ് ഷെയർ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. Thank you so much for watching.